നമസ്കാരം. ഞാൻ ഹരിപ്പാട് കെ എസ് പണിക്കർ. ഏതാണ്ട് 1900-ലധികം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാണ്. അതിൽ വളരെ തുച്ഛമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ശാസ്ത്രം, അതായത് ക്ഷേത്ര സങ്കല്പശാസ്ത്രത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളൂ എന്ന് കഴിഞ്ഞ 2-3 വീഡിയോകളിൽ കൂടി വ്യൂവേഴ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാലും ഞാനിത് നിർത്താൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമുള്ള കുറച്ചു പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടിയാണ് പിന്നെയും ഞാൻ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ച് കൂടുതൽ അറിവ് ചാനലിലൂടെ തരാൻ താല്പര്യപ്പെടുന്നത്. എന്തായാലും കൊള്ളാം. ഞാൻ തുടങ്ങി വെച്ച കർമ്മം അതേതായാലും ശരി, എന്തായാലും ശരി, അതിനെ പൂർണ്ണതയിലെത്തിക്കാനുള്ള ഒരു ആകാംക്ഷയോടാണ് ഞാൻ, ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിലും അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശലക്ഷ്യം. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞത് മന്ത്രത്തെക്കുറിച്ചാണ്. ഇനിയും മന്ത്രത്തിൻ്റെ അടുത്തൊരു ഭാഗം കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യോഗാശാസ്ത്രവും അതുപോലെ മന്ത്രവും തമ്മിൽ എങ്ങനെയാണ് ഒത്തിണങ്ങിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം ഇടുന്ന വീഡിയോ. മനുഷ്യ ശരീരത്തെ നമ്മുടെ പൗരാണിക ഋഷികൾ ഈ പ്രപഞ്ചത്തിൻ്റെ സാദൃശ്യങ്ങൾ മുഴുവൻ ഒത്തിണങ്ങിയ ഒരു പ്രതീകമായിട്ടാണ് ധരിച്ചത്. ഈ പ്രപഞ്ചം തന്നെയാണ് മാനവ ശരീരം, അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിയിൽ ഈശ്വര ശക്തി വിവിധ തലങ്ങളുടെ ഭൗതിക ശരീരം വരെ, അതായത് ഫിസിക്കൽ ബോഡി വരെ ഇറങ്ങി വരുന്നുണ്ട്. വിവിധ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ 6 ചക്രങ്ങളെക്കുറിച്ച് മെയിനായിട്ട് പറയാനാണ് പോകുന്നത്. ഇതിൻ്റെ അറിവ് ഏതാണ്ട് മിക്കവാറും ആളുകൾക്ക് ഉണ്ടെങ്കിൽ പോലും ആ അറിവ് അതിനെ കടന്ന് നമുക്ക് മുന്നോട്ട് പോയി ആ ചക്രങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് അറിയുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യത്തേത് ഭ്രൂമധ്യത്തിലെ ആജ്ഞാചക്രം. മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് വരാം. ഭ്രൂമധ്യത്തിലെ ആജ്ഞാചക്രവും. രണ്ടാമത്തേത് ഖണ്ഡത്തിലുള്ള വിശുദ്ധി ചക്രവും. മൂന്നാമത്തേത് ഹൃദയഭാഗത്തുള്ള അനാഹത ചക്രവും. നാലാമത്തേത് നാഭിക്ക് പിന്നിലുള്ള മണിപൂര ചക്രവും. അഞ്ചാമത്തേത് ലിംഗമൂലത്തിലുള്ള സ്വാധിഷ്ഠാന ചക്രവും. ആറാമത്തേത് അതിനും അടിയിലുള്ള മൂലാധാര ചക്രവും ആണെന്ന് യോഗശാസ്ത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നതോടെ മനസ്സിലാക്കണം. കാര്യം ഷഡാധാര ചക്ര പ്രതിഷ്ഠ, ഷഡാധാര പ്രതിഷ്ഠ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഈ ചക്രങ്ങളുടെ എല്ലാം പ്രത്യേകമായിട്ടുള്ള കണക്കൂട്ടലിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ അതേ താരതമ്യം ചെയ്യുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ പ്രതിഷ്ഠയിലും മനുഷ്യ ശരീരത്തിൻ്റെ അതേ തലത്തെ, അതല്ലെങ്കിൽ അതിനെ തന്നെ കണ്ടുകൊണ്ടാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത്. പ്രതിഷ്ഠയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഈ പറയുന്ന 6 ചക്രങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇത് ഭൗതിക അവയവങ്ങളല്ല എന്ന് മനസ്സിലാക്കണം. ഒരു ഡോക്ടർ കീറി മുറിച്ചാലൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു വിധമായ അറിവും നമുക്ക് അയക്ക് കിട്ടത്തില്ല, ആ വ്യക്തിക്കും കിട്ടത്തില്ല, മറ്റൊരാൾക്കും കിട്ടത്തില്ല. അപ്പോൾ ഇത് സൂക്ഷ്മമാണ്. കണ്ഠസ്ഥമായിരിക്കുന്ന വിശുദ്ധി ചക്രത്തിൻ്റെ 16 ദളങ്ങൾ ഉണ്ടെന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഇവിടെ അക്ഷരങ്ങളുടെയും കൂടി നമ്മൾ അക്ഷരം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണേ. ക്ഷരമല്ലാത്തതാണ് അക്ഷരം. ക്ഷരമല്ലാത്തതായിരിക്കുന്ന, അപ്പം നശിക്കാത്തത്. ക്ഷരം എന്ന് പറയുന്നത് നശിക്കുന്നതെന്നാണ്, ഇല്ലാതാകുന്നു എന്നുള്ള അർത്ഥം. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കാത്തതാണ്. അപ്പം നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾക്ക് പോലും നാശമില്ലാത്തതും, അത് ഈ ചക്രവുമായിട്ട് എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് പോകാം, താരതമ്യപ്പെടുത്തുമ്പോൾ അതിനകത്തിൽ ഈ ഓരോ ചക്രത്തിലും എത്ര അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കണം. വിശുദ്ധി ചക്രത്തിലെ 16 ദളങ്ങൾ
16 സ്വരാക്ഷരങ്ങളുടെ സ്പന്ദന വിശേഷങ്ങൾ ഉൾക്കൊണ്ടവയാണ്. സ്പന്ദന വിശേഷം കഴിഞ്ഞതിനകത്ത് ഞാൻ സ്പന്ദനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം സ്പന്ദനമാണ് മന്ത്രമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മന്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചക്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ മന്ത്രങ്ങളെക്കുറിച്ച് പറയാൻ. ആ ചക്രങ്ങളെ ഉൾപ്പെടുത്തുമ്പം അക്ഷരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഇവിടെ സംസാരിക്കാൻ. അതിൻ്റെ സ്പന്ദന വിശേഷത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് അറിഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. അതുപോലെ സ്ഥാനത്തുള്ള അനാഹത ചക്രം ഖ ഇഖ ഗ ഇഖ ങ ച ഇച്ഛ ജ ഇച്ഛ ഞ ട ഇഠ എന്നീ 12 വ്യഞ്ജന അക്ഷരങ്ങളുടെയും അതിന് അടിയിലുള്ള ഡ ഇഠ ന ത ഥ ദ ഇഥ ന പ ഇഫ എന്നീ 10 അക്ഷരങ്ങളുടെയും സ്വാധിഷ്ഠാന ചക്രം ബ ഇഫ മ യ ര ല എന്നീ 6 അക്ഷരങ്ങളുടെയും മൂലാധാര ചക്രം എന്ന് പറയുന്നത് വ ശ ഷ സ എന്ന 4 അക്ഷരങ്ങളുടെയും ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രം ഹ ഇക്ഷ എന്നീ 2 അക്ഷരങ്ങളുടെയും സ്പന്ദന വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ആദ്യം സ്വരം പറഞ്ഞു, വ്യഞ്ജനം പറഞ്ഞു, അങ്ങനെ താഴേക്ക് ഈ അക്ഷരങ്ങളുടെ ഓരോ തലങ്ങളെക്കുറിച്ചാണ് ഇപ്പം സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനെല്ലാം സ്പന്ദന വിശേഷങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഇവയ്ക്കെല്ലാം തലച്ചോറിലെ ഉപരിതലത്തിലുള്ള സഹസ്രദള പത്മത്തിൽ ഈ 9 അക്ഷരങ്ങളുടെയും ആവർത്തനങ്ങൾ വീണ്ടും വരുന്നു എന്ന് നാം അറിയേണ്ടതാണ്. നാം ഉച്ചരിക്കുന്ന ഏത് ശബ്ദവും ഈ അക്ഷരമാലയ്ക്ക് ഉൾപ്പെടണമല്ലോ എന്നുകൂടി നമ്മൾ അറിയണം. ഈ അക്ഷരമാല ഇല്ലാതെ നമ്മൾ ശബ്ദിക്കുന്ന ഒന്നും പുറത്തേക്ക് വരത്തില്ല. ആ പറയണം, അഹാ പറയണം, ഖാ പറയണം, ഇഖാ പറയണം. ഇതെല്ലാം പുറത്തു വരുന്നത് ഈ സ്പന്ദന വിശേഷങ്ങളിൽ കൂടിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. അങ്ങനെ യോഗപരമായ സാധന ചെയ്ത് സിദ്ധി വന്നതിന് ശേഷം ഇച്ഛാശക്തി പൂർണ്ണമായി ഉപയോഗിച്ച് ഉച്ചരിക്കുന്നതായ ഓരോ ശബ്ദവും അതത് ചക്രത്തിലെ അതത് ദളങ്ങളെ പ്രചോദിപ്പിക്കുന്നവയാണെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ മന്ത്രങ്ങളുടെ പിന്നാമ്പുറം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഈ അക്ഷരങ്ങളും മന്ത്രങ്ങളുമായിട്ടുള്ള കണക്ഷനാണ് ഇവിടെ പറഞ്ഞത്. അതെങ്ങനെയാണ് സംയോജിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മന്ത്രസ്പന്ദനങ്ങളുടെ സവിശേഷത നമ്മൾ കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഹ്രീം, ക്രീം, ക്ലീം, ശ്രീം ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പം നമ്മൾ കേട്ടിട്ടുള്ള വസ്തുക്കളാണ്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇവ അതായത് അനവധി ബീജാക്ഷരങ്ങളുടെ ശാസ്ത്രീയ വിധി അനുസരിച്ചുള്ള സംഘാതമായിരിക്കും ഓരോ മന്ത്രവും നാം കാണേണ്ടത്. പ്രഥമദൃഷ്ടിയിൽ അർത്ഥശൂന്യമെന്ന് തോന്നാവുന്ന ഈ അക്ഷരങ്ങൾ ലിപികളെ അവയുടെ ഉച്ചാരണ മാത്രയിൽ ഉളവാക്കുന്ന സ്പന്ദന വിശേഷങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഹ്രീം, ക്രീം, ക്ലീം, ശ്രീം എന്നൊക്കെ പറയുന്ന അക്ഷരമായിട്ടല്ല മന്ത്രമായിട്ടാണ് നാം കേൾക്കുന്നത്. ആ മന്ത്രങ്ങളുടെ പിന്നാമ്പറമാണ്. അത് ബീജാക്ഷരങ്ങളാണ്. ഈ ബീജാക്ഷരങ്ങൾ ചുമ്മാതെ പറയുന്നതല്ല. ഇതിൻ്റെ പിന്നിലെ മന്ത്രത്തിൻ്റെ തത്വമാണ് പറയാൻ പോകുന്നത്. മനുഷ്യൻ ഈ വക അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലുള്ള ശബ്ദകോശത്തിലെ പേശികൾ ചലിക്കുകയും നമ്മുടെ ചുറ്റുപാടുമുള്ള വായുമണ്ഡലത്തിൽ താദൃശങ്ങളായ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവയെ അല്ലെങ്കിൽ ഈ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദത്തിനെ വൈഖരി ശബ്ദം എന്ന് പറയും. ഇപ്പം വൈഖരി എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ അതിനെക്കുറിച്ച് സ്പഷ്ടമാക്കാം. ഈ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ തൊണ്ടയിലുള്ള ശബ്ദകോശത്തിലെ പേശികൾ ചലിക്കുകയും നമ്മുടെ ചുറ്റുപാടുമുള്ള വായുമണ്ഡലത്തിൽ താദൃശങ്ങളായ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഒന്നാലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് ശബ്ദം പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ശബ്ദത്തിനെയാണ് വൈഖരി ശബ്ദം എന്ന് പറയും. പക്ഷെ ഇതിനു മുൻപ് ശബ്ദത്തിന് അവസ്ഥാവിശേഷങ്ങളുണ്ട്. ഈ പേശികൾ ചലിക്കണമെങ്കിൽ അതിൻ്റെ ചലിപ്പിക്കുന്ന നാഡികളുടെ ഒഴുകിയ ശക്തിയിൽ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്. ഇതിൻ്റെ നാഡിയിൽ സ്പന്ദനം ഉണ്ടായതിന് ശേഷമേ നമുക്ക് ഇത് പുറത്തേക്ക് വരത്തുള്ളൂ. അതായത് ഇതിനെ നെരോ ഫോഴ്സസ് അല്ലെങ്കിൽ ഈ ചലനവിശേഷങ്ങൾക്ക് കാണാനാവുന്നതാണ്. ഇതിനെ ഇംഗ്ലീഷിൽ നെരോ ഫോഴ്സസ് എന്നാണ് പറയുന്നത്.
അപ്പം നാഡിയിൽ ഒരു ചലനം ഉണ്ടാകുകയും നാഡിയിൽ കൂടിയാണ് പിന്നെ ഇത് പുറത്തേക്ക് വരുന്നതെന്നും നമുക്ക് വൈഖരിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വൈഖരിയിൽ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നാഡികളിലൂടെ ഒഴുകുന്ന പ്രാണശക്തിയുടെ ചലനങ്ങൾ അതിന് നാഡിയിൽ കൂടി ഒഴുകുന്നതിന് ഇപ്പം നമ്മൾ പുറത്തേക്ക് വരുന്ന ശബ്ദം എന്താണെന്ന് പഠിച്ചു. ശബ്ദകോശത്തിലെ പേശികൾ ചലിക്കുകയും നമ്മുടെ ചുറ്റുപാടുമുള്ള വായുമണ്ഡലത്തിൽ സാതാദൃശ്യങ്ങളായ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് വൈഖരി എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് പറയും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് വളരെ ചുരുക്കം ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവണമല്ലോ. അപ്പം നാഡികളിൽ കൂടി ഒഴുകി വരുന്ന ശബ്ദത്തിനെയാണ് മധ്യമ എന്ന് പറയുന്നത്. അപ്പം 4 തരത്തിലുള്ള ശബ്ദങ്ങൾ, അതായത് പുറത്തേക്ക് വരുന്ന ശബ്ദത്തിൻ്റെ ഗതി എന്താണോ മന്ത്രത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഗതിയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ പറഞ്ഞു വൈഖരി, രണ്ടാമത്തെ മധ്യമ എന്ന് പറയും. നാഡികളിൽ കൂടി ഒഴുകി വരുന്നതിനെയാണ് മധ്യമ എന്ന് പറയുന്നത്. ഇനിയും മനസ്സിൽ ഈ ശബ്ദങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം മാത്രമേ നാഡികൾ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷവും പേശികളിൽ ശക്തി വന്നിക്കുന്ന ശക്തിയും ഉണ്ടാവുകയുള്ളൂ. നാഡികളിൽ ഈ ശക്തിവിശേഷം ഉണ്ടാകണമെങ്കിൽ അതാദ്യം മനസ്സിൽ സ്ഫുരിക്കണ്ടേ. എന്ത് പറയണം എന്ന് മനസ്സിലുണ്ടായതിന് ശേഷമേ അത് പുറത്തേക്ക് വരുന്നുള്ളൂ. പുറത്തേക്ക് വരുന്നതിനെ വൈഖരിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചലിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് നടക്കുന്ന ആ ഒരു പ്രക്രിയയാണ് മധ്യമ എന്ന് പറയുന്നത്. അപ്പം മനസ്സിൽ ഉരുത്തി ചെയ്യണം. ശബ്ദം, നമ്മളൊരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ മനസ്സിലുണ്ടാകുന്ന വാക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാഡീ ഫോഴ്സിൽ അല്ലെങ്കിൽ നാഡിയിൽ കൂടി പ്രവർത്തിച്ച് അത് കണ്ടസ്ഥമായി പുറത്തേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പം നാഡികളിൽ എത്തണമെങ്കിൽ മനസ്സ് സൃഷ്ടിക്കപ്പെടണം. അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ മാനസിക സ്പന്ദനത്തിന് പശ്യന്തി എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യത്തേതെന്ന് പറഞ്ഞു വൈഖരി എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് മധ്യമ എന്ന് പറഞ്ഞു, മൂന്നാമത്തേത് പശ്യന്തി എന്ന് പറഞ്ഞു. ഇനി ഒന്നുകൂടെ ഇത് ബ്രീഫാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഉണ്ടാകുന്ന വൈഖരി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വായുമണ്ഡലത്തിൽ താദൃശ്യങ്ങളായ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അത് നമ്മൾ കേൾക്കുന്ന വൈഖരിയായി പുറത്തേക്ക് വരികയും ചെയ്യും. നമ്മൾ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും വരണം. അത് പുറത്തേക്ക് വരണമെങ്കിൽ നാഡീവ്യൂഹത്തിൽ അതിനുള്ള ചലനം ഉണ്ടാകണം. ഇനിയും നാഡീവ്യൂഹത്തിൽ ചലനം ഉണ്ടാകണമെങ്കിൽ മനസ്സിൽ ഇത് വാക്കായിട്ട് എത്തണ്ടേ. അതിനെ എന്തു പറയുന്നു, പശ്യന്തി എന്ന് പറയും. അപ്പം അതിനു മുൻപുള്ള ഒരു വസ്തുതയുണ്ട്, എവിടെ നിന്ന് വരണമെന്നുള്ളത്. പശ്യന്തിയിൽ വരണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ വരണം. ഈ മനസ്സ് വരെയുള്ളത് ഭൗതികം, നമുക്കറിയാം. മനസ്സ് ഭൗതികം. 10ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സെന്ന് പറയുന്നത് എൻ്റെ വിഭൂതിയാണ്. അതായത് അതിസൂക്ഷ്മമായ സ്ഥൂല ഭാഗത്തിനെയാണ്, സ്ഥൂല അംശത്തിനെയാണ് ഈ പറയുന്ന സംഭവം, അതായത് മനസ്സെന്ന് പറയും. മനസ്സിനെ കൃത്യമായിട്ട് 13ാം അധ്യായത്തിൽ അക്ഷരബ്രഹ്മയോഗത്തിൽ കൃത്യമായിട്ടും, അക്ഷരബ്രഹ്മയോഗമല്ല ക്ഷേത്രജ്ഞയോഗ വിഭാഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രജ്ഞയോഗ വിഭാഗത്തിൽ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ 8ഉം പിന്നെ അടുത്തത് 16ഉം പിന്നെ 7ഉം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ കൃത്യമായ തലത്തെക്കുറിച്ച് ക്ഷേത്രജ്ഞയോഗ വിഭാഗം പറയുന്നു. അപ്പോൾ ക്ഷേത്രജ്ഞ യോഗ വിഭാഗത്തിൽ ആദ്യത്തെ 8 പറയുന്നത് തുടങ്ങുമ്പോഴുള്ള മനുഷ്യന് എന്തൊക്കെയാണോ അവനിവിടെ ജന്മം സൃഷ്ടിക്കപ്പെടേണ്ടത്, അവൻ്റെ ജന്മത്തിലൂടെ എത്തിച്ചേരേണ്ടത്, ആ 8 കൂട്ടം കാര്യങ്ങളെയാണ്, 8 കൂട്ടം തത്വങ്ങളെയാണ്. അതിനകത്ത് അതിസൂക്ഷ്മമായ തത്വങ്ങളെയാണ് ആദ്യം പറയുന്നത്. 16 പറയുന്നത് സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 16 സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിലൊരു സ്വഭാവമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. സ്വഭാവം എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ സ്ഥൂലമാണ്. ഈ സ്ഥൂലമായിരിക്കുന്ന, അതായത് സ്ഥൂലം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ സ്ഥൂലാംശം എന്ന് പറയേണ്ടിയിരിക്കും. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് പര എന്ന് പറയുന്നത് പരബ്രഹ്മവാണിയായിരിക്കുന്നത്, ഏറ്റവും അടിത്തട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ആണ് പര എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാഭിസ്ഥലത്തിന് താഴെ ഉള്ള ഭാഗത്തിനെയാണ് പര എന്ന് പറയും. അപ്പോൾ അത് താഴെ നിന്നും വരണമെന്നുണ്ടെങ്കിൽ ആ
മനുഷ്യൻ്റെ സംസ്കാരവും കർമ്മവാസനയും ഒക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ഇത് പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ നമ്മൾ നല്ലത് പറയാൻ ഉദ്ദേശിക്കുമ്പോഴും എന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സംസ്കാരത്തെയും കർമ്മവാസനയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനവധിയാണ്. അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് നെഗറ്റീവും പോസിറ്റീവായിട്ടും മറ്റുള്ളവരിൽ എത്തിച്ചേരുന്നത് കൊണ്ടാണ്. അപ്പോൾ പര എന്ന് പറയുന്നത് സൂക്ഷ്മമായിരിക്കുന്ന തത്വത്തിൽ പര എന്ന് പറയുന്നത് ഏറ്റവും അടിത്തട്ടിൽ കാണുന്ന ആ ഒരു പരബ്രഹ്മ വാസന, പരബ്രഹ്മ തലത്തിൽ നിന്നും ഉദിച്ചു വരുന്ന ആ ഒരു അതാണ്, ശബ്ദമാണ്. പിന്നെ പശ്യന്തിയായിട്ടും മധ്യമയായിട്ടും വൈഖരിയായിട്ടും നമ്മളിൽ എത്തിച്ചേരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു അക്ഷരം ഉച്ചരിക്കുന്നുവെങ്കിൽ നമ്മുടെ പുറമേയുള്ള വായുമണ്ഡലത്തിൽ മാത്രമല്ല ചലനവിശേഷങ്ങൾ ഉത്ഭവിക്കുന്നത്, സൂക്ഷ്മവും സൂക്ഷ്മതവും ആയ പ്രപഞ്ചഭൂതങ്ങളിലും ഈ ചലനവിശേഷങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ആ വക സൂക്ഷ്മചലനങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് തന്നെയാണ് മന്ത്രദേവതയുടെ പ്രവർത്തന സ്ഥാനവും. ഉപാസന ചെയ്ത് ഇച്ഛാശക്തിക്ക് ദാർഢ്യം വന്ന ഒരു സാധകന് അവൻ്റെ സ്വേച്ഛ പോലെ ഈ വക ചലനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പ്രക്ഷേപിപ്പിക്കുവാനും കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കണം. മന്ത്രദേവതയുടെ സ്ഥാനമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതിസൂക്ഷ്മമായിരിക്കുന്ന പരാതലത്തിലാണ് മന്ത്രദേവയുടെ സ്ഥാനമുള്ളതെന്ന് ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ ധരിക്കേണ്ടതാണ്. മന്ത്രദേവതകളെ വരുത്തി തൻ്റെ ഇഷ്ടം പോലെ മാന്ത്രികൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രക്രിയയാണ്. ഉപാസന ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ കേട്ടോ. ഉപാസന ചെയ്യുന്ന വ്യക്തിക്ക് മന്ത്രദേവതയെ വരുത്താനും അവൻ്റെ സ്വേച്ഛ പോലെ അവന് കാര്യങ്ങൾ സാധിച്ചെടുക്കാനും പ്രീതിപ്പെടുത്തി അതിനെ സാധിച്ചെടുക്കാനും അവന് കഴിയുന്നു എന്നതിനകത്തിൽ പറയും. അപ്പം തന്ത്രം എന്ന് പറയുന്നത് മന്ത്രമല്ലാതെ മറ്റെന്തോ ആണെന്ന് നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. വാസ്തവത്തിൽ മേൽപ്പറഞ്ഞ തരത്തിൽ ഉരുത്തിരിഞ്ഞ് ഉപാസന സമ്പ്രദായങ്ങളുടെ ഭണ്ഡാകാരത്തെയാണ് തന്ത്രം എന്ന് പറയും. അതിൻ്റെ മുഖ്യ അംശം മന്ത്രം തന്നെ ദേവതകളുടെ, അതായത് പ്രപഞ്ചത്തിൻ്റെ നിയാമക ശക്തികളുടെ അഥവാ ശുദ്ധ സ്പന്ദനത്തിൻ്റെ തനി പ്രതിരൂപങ്ങളാണ് മന്ത്രങ്ങളെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം മന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തത്വത്തെ നിങ്ങൾ ശരിക്കും 2 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഇത് കൃത്യമായിട്ടും മനസ്സിലാവും. തന്ത്രവും മന്ത്രവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എന്നാൽ മന്ത്രത്തെ അറിയണമെങ്കിൽ തന്ത്രം മനസ്സിലാക്കണം, തന്ത്രത്തെ അറിയണമെങ്കിൽ മന്ത്രം മനസ്സിലാക്കണം. ഇനി യന്ത്രം വരുന്നുണ്ട്, അതടുത്ത നമ്മുടെ വീഡിയോയിൽ ഞാൻ അത് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.